ഏതോ സമയത്ത് എപ്പോഴോ ഒരു ഗസലോ എന്തോ കോഴിക്കോട് വെച്ചിട്ട് ഷാബാസിൻ്റെ പാട്ട് കേട്ട ഓർമ്മയാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഓർത്തിരുന്ന് രാവിലെ ഷാബാസ് എത്തി. അപ്പം നമ്മൾ സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു മാനത്ത് എന്നൊരു നാണം പൊട്ട് തൊടുന്നൊരു തീരത്ത്. അപ്പം ലാലേട്ടന് ഈ ലിറിക്കൽ സെൻസ് എൻ്റെ ഒരു അനുഭവത്തിൽ നന്നായിട്ടുണ്ട്. എടുത്ത് നോക്കിയിട്ട് ചിലപ്പോൾ ചിലർക്കൊക്കെ വേണ്ടി പാട്ട് എഴുതാനുള്ളൊരു കൊതി അവിടെയാണ്. ഈ ഭാഷ ഇങ്ങനെ കടവാൻ ലാളിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് എന്ത് വിട്ടുവീഴ്ചയും എന്ന് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടും. അതെനിക്ക് ചിലപ്പോൾ മറുവശം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഭാഷ എന്താണെന്നറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി തിരുത്തേണ്ടി വരുന്ന ഗതികേടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇത് പാടിക്കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ രാവിലെ വന്നു 10 മണിക്ക് റെക്കോർഡ് ചെയ്യും. വന്നു കഴിഞ്ഞിട്ട് ചരിത്രം നമുക്കേ ഈ സൂര്യനെയും ചാന്ദിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയായിരുന്നു നമ്മുടെ പടമായിട്ട് ചേരുന്ന വാപ്പ് ടൈറ്റോടി വരും. അങ്ങനെയാണ് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ എന്നതിനകത്ത് പൊട്ട് തൊടുന്നത്. അത് ലാലേട്ടൻ്റെ തരത്തില് അല്ല. പിന്നെ അത് നമുക്കത് എനിക്ക് മൈലേജ് കിട്ടിയല്ലോ. അപ്പോൾ മറ്റേതായാലും ചിലപ്പോൾ കിട്ടുമായിരിക്കാം. പക്ഷേ ആ പാട്ടും സിനിമയുടെ പേരും ഈ പാട്ടുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഒരു സഹായം വന്നപ്പോൾ അത് കൂടുതൽ പേര് അത് അന്വേഷിക്കാനും. കാരണം ഷവാസിൻ്റെ ശബ്ദം ഒന്ന്, പിന്നെ അതിനകത്ത് അതിൽ പറഞ്ഞ പോലെ വളരെ 4-4.5 മണിക്കൂർ എടുത്തു ആ സിറ്റുവേഷൻ പറഞ്ഞു തരാൻ. ഒരു കാരണവശാലും ഇവൻ പുരുഷനാവരുത്, പൗരുഷത്തിൻ്റെ ഒരു എലമെൻറ്റും ആ പാട്ടിൽ ഉടനീളം ഉണ്ടാവരുത്, എന്നാൽ ഇവൻ ആണാകുകയാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന പാട്ടാണെങ്കിലും ഒരു സാധനവും പൗരുഷക്കരുത്തുള്ളൊരു വാക്കരുത് പാട്ടില്ല. എല്ലാം സോഫ്റ്റ് ആയിരിക്കണം. അതാണ് ഉപ്പിൻ കയ്പാണ് നീ കവിളത്ത്. കുഞ്ഞ് കാലത്തെ കളിച്ച് നടക്കുമ്പം ഉമ്മ വയ്ക്കുമല്ലോ. കടലിൻ്റെ ഉപ്പും വേർപ്പിൻ്റെ ഉപ്പും ഇപ്പോൾ എന്തൊരു മധുരം ചുണ്ടത്ത്. ചെറിയൊരു മാറ്റം, അത് ചെറിയ മാറ്റമല്ല. എങ്കിലും അവനെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് ഉപ്പ് മാത്രം ശീലിച്ച് ഇപ്പോൾ നല്ല മധുരം എന്ന് പറയുന്ന ഒരു വളർച്ചയില്ലാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മുടെ മാനസികമായി നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രായം കഴിയുമ്പോൾ അല്ലേ, ഇപ്പോൾ മൂത്രമൊഴിക്കാനുള്ള വിഗ്രഹം മാത്രമല്ല പുള്ളി എന്നുള്ളൊരു പ്രായം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് ഇല്ലാത്തൊരു കഥാപാത്രമാണ് അത്ര ഇല്ലാത്തത്. അപ്പോൾ അത് 4 ഇത്രയും എടുത്തെടുത്തിട്ടാണ് ചെയ്തത്. ഓരോന്നും അങ്ങനെ പുതിയാപ്പിള കോരാന്നൊരു കോരയാണ്, പലയിടത്തും പല മീനത് കടലുമായിട്ട് ബന്ധപ്പെട്ട മീൻ. അങ്ങനെ കിട്ടും പല സ്ഥലങ്ങളും തിരക്കി ഇങ്ങനെ ഒരു. അപ്പോൾ എവിടെയോ ഏതോ കേരളത്തിൽ ഒരു സ്ഥലത്ത് പറയുന്ന പുതിയാപ്പിള കോരയാണ്. അപ്പോൾ ഇവനെ സംബന്ധിച്ചൊരു പുതിയാപ്പിള കോരയാണ്. മുള്ളെല്ലാം വന്നേ പോയി പുതിയാപ്പിള കോരയെ പോലെ എന്നുള്ള അവളുടെ ഒരു സങ്കല്പം. അവൾക്ക് സന്തോഷമാണ് ഇവനിലൊരു ആൺ എലമെൻ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ അത് തന്നെയാണ് അത് ഈ പറഞ്ഞു തരുന്നത്. ഡ്രൈവിങ് എന്നൊരു വലിയ സംഭവമുണ്ട്. അത് എനിക്കറിയില്ല, ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തില്ലായിരുന്നല്ല. എല്ലാവരും ഞാൻ ചെയ്ത് വളരെ തുച്ഛം പേര് മാത്രമേ ഉള്ളൂ. ലോഹിദാസൊക്കെ അദ്ദേഹം എന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു പടം എഴുതാൻ പോയിട്ട് എഴുതാണ്ട് പോകുന്നു. ഞാൻ വേറെ ഒന്നും കൊണ്ടില്ല, എനിക്ക് പെട്ടെന്നൊന്നും എടുത്തു തടാന്ന് പറഞ്ഞാൽ എഴുത്തു തടാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ അത് കൃത്യം അതൊരു പ്രൊഫഷൻ എന്നുള്ള ഫീൽ നമുക്ക് വേണം. ചിലപ്പോൾ ഇത് നടക്കിപ്പോൾ ക്ലാസ്മേറ്റ്സിലെ പാട്ടൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ 3 പാട്ടുണ്ടായതാണ്. അത് ചില സമയമാണ്. ഇത് നമ്മുടെ നമുക്ക് എൻ്റെ ഒരു കഴിവ് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയില്ല കേട്ടോ. ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ഇതിനു വേണ്ടി നമ്മൾ അനുഭവിച്ചൊരു വേദന എന്താണെന്ന് പലർക്കും അറിയില്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് പക്ഷേ അങ്ങനെ ഇങ്ങനെ ചെന്ന് ഇദ്ദേഹം താൻ നല്ലൊരു പറഞ്ഞ പോലെ ഭാഷ അറിയാവുന്ന ഒരാളും കൂടെ അല്ലേ ലോകേട്ടനെ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്, ഞാൻ സാധാരണ ഗിരീഷുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഗിരീഷിനെ ചീത്ത പറയും. ഗിരീഷിന് വഴക്ക് പറഞ്ഞാൽ ഗിരീഷിന് വാശി കൂടും എഴുതാൻ, അപ്പോഴും കൂടും. അപ്പോൾ അങ്ങനെ വല്ല ചെയ്യണം. നമുക്ക് അങ്ങനെ ചെയ്താൽ എൻ്റെ ഇന്ന് അക്ഷരം പോലും കിട്ടില്ല. അങ്ങനെ ഞാൻ അവസാനം അത് എന്തോ പിന്നെ ഞങ്ങളവിടെ വെച്ച് തന്നെ ഇവിടെയായിരുന്നു, ഷൊർണൂരായിരുന്നു, മറ്റേ നമ്മുടെ ചക്കരമുത്തിൽ. അങ്ങനെ പിന്നെ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞു 2 പേര് എല്ലാം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണ് എന്നുള്ളൊരു ബോധമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഇപ്പം നമ്മളൊരു തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ 100 തുണി എടുത്തിടും. ഇത് എടുക്കാണ്ട് പോന്നു കഴിഞ്ഞാൽ കടക്കാരൻ ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ 10 പാട്ട് എഴുതി കൊടുക്കും. അപ്പോഴത്തെ അത് ബോധിക്കണം. അത് ഷാഫിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കവിത എഴുതുന്ന പോലെ അല്ല ശരത്തെ പാട്ട്. കവിത ശരത്തിന് ഇഷ്ടമുള്ള പോലെ എഴുതാം, ഇഷ്ടമുള്ള വാക്ക് വയ്ക്കാം, എത്ര വരിയും പെടുത്താം, വായിക്കാൻ കൊടുക്കാം. അവർ വായിക്കാണ്ടിരിക്കുമോ, അത് ശരത്തിൻ്റെ പ്രശ്നമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ എഴുതി വെച്ചു. യോജിക്കാം. പക്ഷെ സിനിമ പാട്ടതല്ല, കേൾക്കുന്നവൻ്റെയാണ്, എഴുത്തുകാരൻ്റെ അല്ല. കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് പല എലമെൻറ്റും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. ശരത്തിൻ്റെ മാത്രം ചിന്തയായിരിക്കില്ല. സംഗീതത്തിൻ്റെ എലമെൻറ്റ്, ക്യാമറാമാൻ്റെ എലമെൻറ്റ്, സംവിധായകൻ്റെ എലമെൻറ്റ്, അത്രയും പേരും കൂടെ ഇതിനകത്തേക്ക് ഇടപെടും.
ആ ഇടപെടലാണ്, ഇത്രയും പേരുടെ ഇടപെടലാണ് ഒരു പാട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പിടിവാശിയിൽ നിന്നൊരു കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് തിരിച്ചറിയണം. കാര്യം കേൾക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എഴുതുന്നത്, വായിക്കുന്നവർക്ക് വേണ്ടിയല്ല. അപ്പം അതുകൊണ്ട് അത് എല്ലാത്തരം അലക്സ് പറയും എപ്പോഴും എന്നോട്, എടോ താനൊരു പാട്ട് എഴുതുമ്പം എൻ്റെ മകൻ, അന്ന് അർജുനൻ ഏറ്റവും തീരെ ക്ലാസ് പെൻസിൽ ചെയ്യുമ്പോൾ അവനും ഇഷ്ടപ്പെടണം, ONV സാറിനും ഇഷ്ടപ്പെടണം എന്ന് പറയും അലക്സ് പറയും. അലക്സ് അധികം ഈ പറഞ്ഞ പോലെ ലിറിക്കിലൊന്നും അങ്ങനെ ഇടപെടുന്നില്ല. ആ കാര്യം അലക്സ് തന്നെ പറയും, ഞാനങ്ങനെ വലിയ വായനക്കാരനൊന്നുമല്ല, എല്ലാവരും പറഞ്ഞു കേട്ടു അല്ലാണ്ട് പുസ്തകം പുഴുവിനെ പോലെ തന്നെ പോലും ഞാൻ വായിച്ച് ബഹളം ഉണ്ടാക്കുന്നതൊന്നുമല്ല. പക്ഷേ എനിക്കും ഒരു സജഷൻ എനിക്ക് മനസ്സിലായില്ല എന്നുള്ള അവകാശമുണ്ടല്ലോ, അങ്ങനെ പറയും അലക്സ്. നിങ്ങളുടെ കോംബോ എല്ലാം സക്സസ് ആയിരുന്നു. അലക്സ് പോൾ, വയലാർ. എന്താണെന്നറിയില്ല. ലാലേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കണം, ഈ നന്നായിട്ട് ഇണങ്ങി വരുന്നവരെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയാണത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിരിയുകയാണെങ്കിലും പിണങ്ങി പിരിയരുത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് ഞങ്ങളുടെ ആദ്യമേ പറയുമായിരുന്നു. കാര്യം നല്ലതായിട്ട് ഒരു ജോഡി വന്നാൽ എങ്ങനെ വിള്ളലുണ്ടാക്കാം, അത് സ്വാഭാവികമാണ്. അതിൻ്റെ കാര്യമില്ല, എല്ലാ മേഖലകളിലും കാണണമല്ലേ, അത് ഇതിനകത്ത് ഉണ്ടാകാം. കാര്യം ഈ പറഞ്ഞ ഇതൊരു അസൂയ നമുക്ക് കിട്ടുന്നൊരു മേഖലയാണ്. ഒരേ സമയത്ത് അത്യാവശ്യം ഇപ്പോൾ ഒരു മാസം ഞാനൊക്കെ ആദ്യം പടത്തിന് പാട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മാസം പോയി ജോലി ചെയ്താൽ കഷ്ടപ്പെട്ട് ഓവർ ടൈം ഒക്കെ ഉൾപ്പെടെ ചിലപ്പോൾ കിട്ടുന്ന പൈസയുടെ ഒരു 2 ഇരട്ടിയൊക്കെ ചിലപ്പോൾ 4 ദിവസം കൊണ്ട് കിട്ടും. ഞാൻ ആ പീരീഡ് പറയും. മറ്റേത് ഒരു മാസത്തെ അല്ലലാണ്, ഭയങ്കര ദുഃഖത്തിലാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്തത്. അതിനേക്കാൾ ഈ 10 ചിലപ്പോൾ 4-5 ദിവസം, ചിലപ്പോൾ 10 ദിവസത്തിന് അതിൻ്റെ ഇത് കിട്ടുമ്പം ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ മാസം പാട്ടത് തന്നെ. കാര്യം നമ്മൾ ഒരു മാസം അലഞ്ഞതിൻ്റെ ഇരട്ടി പൈസ 5 ദിവസം കൊണ്ട് കിട്ടി. അപ്പോൾ അതിനൊക്കെ കൂടുതൽ കിട്ടില്ലേ, നമുക്ക് 20-25 ദിവസം നമുക്ക് വെറുതെ ഇരിക്കാം എന്ന് പറയുന്നൊരു നിഷ്കളങ്കത ഉണ്ടായതോടെ. ഇപ്പം ഇതിനങ്ങനെ ഇതുണ്ട്, പണവും നമുക്ക് കിട്ടും, പേരും കിട്ടും. പക്ഷേ എഴുതാൻ പറ്റാത്ത നമ്മളെക്കാൾ എല്ലാ അർത്ഥത്തിലും എന്തുകൊണ്ടും എഴുതാൻ കഴിയുന്നവർ അവരുടെ കഴിവിനെ അങ്ങ്, ഇപ്പോൾ കവി എന്നൊരവസ്ഥയുണ്ടല്ലോ. കവിക്ക് ഇപ്പോൾ വയലാറിനെ കുറിച്ചൊന്നും ഉണ്ടാകുന്നൊരു പരാതി അതായിരുന്നല്ലോ. വയലാർ കാവ്യലോകം വിട്ടിട്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളതാണ്. പാട്ടെഴുത്തുകാരൻ എന്നുള്ളൊരു തരംതാണ കാറ്റഗറിയിലേക്ക് വയലാറിനെ എഴുതിത്തള്ളി. അപ്പോൾ കവികൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു തലത്തിൽ നിൽക്കുന്നവർ, അവർ കുറേ കൂടെ ഭാഷയും അല്ലെങ്കിൽ എന്തിനേയും സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. സിനിമയിലൊക്കെ അങ്ങനെ സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പം ഓപ്ഷൻസ് കണ്ടുവയ്ക്കണം, വാക്കുകൾ. ചിലപ്പോൾ ആ വാക്ക് വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ചാൽ വേണ്ട, നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വാക്കായിരിക്കും, അപ്പോൾ അതിൻ്റെ കാര്യമില്ല. പക്ഷേ അതേപോലെ നല്ല വാക്ക് മനസ്സിലായിട്ട് മീറ്റിലൊന്നും കണ്ടുപോകുന്ന ദുരന്തം ഉണ്ടല്ലോ, അതും ഒരു ദുരന്തം. അത് എനിക്ക് ഏറ്റവും അധികം സഹായകരമായത് മലയാളം അറിയാത്ത 2 പേരാണ്, വിദ്യാസാഗർ സാറും ഇളയരാജ സാറും. രാജാ സാറ് ബേസിക്കലി ഒരു എഴുത്തുകാരൻ കൂടെയാണ്, ഒരു കവിയാണ്. അപ്പോൾ ചിലപ്പോൾ 1-2 ഞങ്ങൾ 5 പടം ചെയ്യുന്നു സാറുമായിട്ട്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ മീറ്ററിങ്ങിൻ്റെ പ്രശ്നം വരും, ഉണ്ടാകുമല്ലോ പാടി വരുമ്പം. അപ്പം ചിലപ്പോൾ 1-2 സ്ഥലത്ത് വന്നിട്ടുണ്ട് ചില വാക്ക് പാരവപാടുന്ന ദൂരയിലേക്ക് ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ, ആ വാക്ക് മാറ്റേണ്ട സ്ഥലത്ത് ഞാനവിടെ ട്യൂൺ ചെയ്തോളാം. ഇത് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നമ്മുടെ ഭാഷയെ അന്യഭാഷക്കാരൻ തൊഴുന്നതിന് തുല്യമാണ്. അപ്പം അതിന് നമ്മൾ കാരണക്കാരായതുകൊണ്ട് സുഖമുണ്ടല്ലോ. അപ്പം ഭാഷയെ വേറെ ആൾ മാനിക്കപ്പെടാൻ എൻ്റെ ഒരു വാക്കിന് സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് ഞാൻ കൊടുക്കുന്ന ചെറിയതാണെങ്കിലും കൊടുക്കുന്നൊരു മാന്യതയുണ്ടല്ലോ, അത് സന്തോഷമാണ്. പക്ഷെ അതേപോലെ മറിച്ചുകൊണ്ട് ഭാഷ അറിയാൻ അതൊന്നും മനസ്സിലാകണില്ല ചേട്ടാ എന്ന് പറയുന്നവരുമുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ ചില സൗണ്ടിങ് രീതിയാണ് ഇപ്പോൾ, സൗണ്ടിങ് വേർഡ്സ് എന്ന് പറയും. പണ്ട് കാലത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു. കാര്യം അനുനാസികം മലയാളത്തിന് വളരെ പ്രാധാന്യം, സംഗീതത്തിന് ഇതിങ്ങനെയുള്ള സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ പാടാൻ സുഖം, എന്നൊക്കെ വരുമ്പോഴാണ് കുഴപ്പം, പഠിത്തം വരണത്. പക്ഷെ അവർ പറയും തെറ്റില്ല. അപ്പം പക്ഷെ വേറൊരു ദുരന്തം ഉണ്ടെന്ന് വെച്ചാൽ ഇത് മുഴുവൻ അനുഭവിക്കുന്നത് ഈ എഴുത്തുകാരനാണ്.